ഇന്ന പിടിച്ചു മോനെ. 1000 കോഴിയുടെ കാൽ വെച്ചുള്ള ഒരു കിടുക്കാച്ചി ഐറ്റം ഹെവൻലി ചിക്കൻ, സ്വർഗീയ കോഴി. അപ്പൊ കോഴിയുടെ കാൽ വെച്ചുള്ള പരിപാടി തുടങ്ങിയാലാ. അപ്പൊ ഇനി നമ്മുടെ കോഴിക്കാലുകളൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മുടെ ഹെവൻലി ചിക്കൻ വേണ്ട ഉരുളക്കിഴങ്ങ് കഴുകിയെടുക്കാട്ടാ. ഇനി നമ്മുടെ ചിക്കൻ നമ്മൾ വേവിക്കാൻ പോവാണ്. അപ്പൊ ഈ കാണുന്ന ഇഡ്ഡലി ചെമ്പിലാണ് നമ്മൾ വേവിക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ വേവിക്കാനുള്ള ചിക്കൻ നേരെ നമ്മൾ ഒരു തുണിയിലേക്ക് അങ്ങോട്ട് മാറ്റാണ്. ഇനി ചിക്കൻ ഒന്ന് പരത്തിനെ നടുക്ക് ഒരു കുഞ്ഞി കുഴി ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ഇനി നല്ല പൊടിക്കാത്ത ഗരം മസാല, ഇനി ചിക്കൻ വേവാനുള്ള ഉപ്പ്. അപ്പൊ ഇനി നമ്മൾ കെട്ടാൻ പോവാണ്. അപ്പൊ ആദ്യം നമ്മൾ ഒരു സൈഡ് കെട്ടിക്കൊടുക്കാം. നല്ല മുറുക്കി കെട്ടിക്കൊടുക്കാട്ടാ. ഇനി നമ്മുടെ വേവിക്കാനുള്ള വെള്ളം. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് നേരെ ഇതിലേക്ക് തട്ടിടാം. ഇനി ഇതിന്റെ മുകളിലേക്കുള്ള തട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കനെ കൊണ്ടുപോയി നേരെ പുഴുങ്ങാൻ വെക്കാം. ഇഡ്ഡലി ചെമ്പിലേക്ക് നേരെ നമ്മുടെ ചിക്കനെ നമ്മൾ കയറ്റി സെറ്റാക്കി. അപ്പിനി വെച്ചവരെ നമ്മൾ ചിക്കനെ നമ്മളത് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ അടപ്പലിട്ട് പൂട്ടി നേരെ അടപ്പത്ത് കയറ്റി നമ്മള് വേവിക്കാൻ പോവാണ്. മോനെ പൊക്കി വെച്ചോട്ടാ. പൊക്കിക്കോ പൊക്കിക്കോ പൊക്കിക്കോ. അപ്പിനി നമ്മുടെ ഇഡ്ഡലി ചെമ്പ് നമ്മള് തുറക്കാണ്. അടിപൊളി. ഇത് നോക്കിയേ, നല്ല വെന്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടാ നോക്കിക്കോ മോനെ. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്തായി നോക്കാട്ടാ. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് ഇതുമേന്ന് മീറ്റ് അടത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന കോഴിന്റെ കാലുമേലത്തെ മീറ്റൊക്കെ ആണ് നല്ല പഞ്ഞി പോലെ വെന്തിരിക്കണം, പഞ്ഞി പോലെ. അപ്പൊ നമ്മൾ മീറ്റ് ആദ്യം എടുത്ത് മാറ്റിയിട്ട് എല്ലാ മീറ്റും നമ്മൾ മാറ്റണം കേട്ടോ. ഇതിൽ ഒരു കുഞ്ഞി എല്ല് വേറെ എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ രണ്ട് സൈഡിലും മജ്ജയുണ്ട്, മജ്ജ. അപ്പൊ ഈ മജ്ജയും നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ എല്ല് മാത്രമായി. ഈ എല്ല് നമുക്ക് ഇനി ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇല്ലൊക്കെ ഉണ്ട്, നല്ലോണം ഉടച്ചോ. ഉടച്ചോണ്ടിരിക്കയാണ്. അപ്പൊ ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ തൊലി കളഞ്ഞെടുക്കാണ്. ശരിക്കും ഉടഞ്ഞോട്ടിട്ട മോനെ. ഇനി നമ്മൾ പൊടിച്ചു വെച്ച ചിക്കനും അതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഗരം മസാല പൊടിച്ചതാണ്. കുറച്ച് ഫ്ലവർ ഇട്ട് കൊടുക്ക. മഞ്ഞപ്പൊടിയാണ്, ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇനി കുറച്ച് കുരുമുളക്, ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മള്. ഇനി നന്നായിട്ട് നമ്മൾ കുഴച്ചു കൊടുക്കാട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ നല്ല രീതിക്ക് ഒട്ടച്ച് മിക്സ് ചെയ്താലേ നമ്മുടെ ഐറ്റം നല്ല തീക്കട്ട പോലെ ഇരിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഹെവൻലി ചിക്കൻ്റെ ഉരുട്ടിൽ അവിടെ തുടങ്ങാണ്. അപ്പൊ ആദ്യം സംഭവം നമ്മളുടെ ആ ഒരു മിക്സ് എടുത്ത് നമ്മുടെ ഇഡ്ഡലിയിലേക്ക് വെച്ച് അങ്ങോട്ട് ചുരുട്ടി കൊടുക്കാട്ടാ. എല്ലുമ്മ പിടിപ്പിച്ച ഐറ്റം ഇനി നേരെ മുട്ടയിലേക്ക് മുക്കാനായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു എഗ് വാഷ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആയി. ഇനി നമ്മൾ നേരെ ഇവനെടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലെടുത്ത് ഒരു റോള് ഇനി നേരെ പാത്രത്തിലേക്ക് മുക്കി. അവനെ ഇങ്ങോട്ട് വരട്ടെ. എന്താ ഗുണ്ട് പോലെ ഇരിക്കണേ. ഇനി ഇവനതേ നമ്മുടെ ബ്രെഡ് ക്രംസിൽ കുളിക്കാൻ നേരായി. കോഴി പൊരിക്കാനുള്ള ഉരുളി കേട്ടാ. ഇനി ഇതേ എണ്ണ ഒഴിച്ചു കൊടുക്കാട്ടാ. അപ്പൊ ഇനി നമ്മളുടെ കോഴിക്കാലുകൾ നമ്മൾ വറുത്തെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മളിനി നല്ല ചൂടൻ എണ്ണയിലേക്ക് നേരെ മുക്കി വിടാണേ. ആഹാ, നല്ല തീഗുണ്ട് സാധനോട്ടാ. അപ്പൊ നല്ല ചൂടാട്ടോ നമ്മുടെ ഇവിടെ. അപ്പൊ നമ്മളുടെ ചൂടും അടുപ്പിന്റെ ചൂടും എല്ലാം കൂടി നമ്മുടെ തീഗുണ്ട് സാധനം നോക്കിയേ. നമ്മുടെ എന്താ പറയാ, നല്ല ഒരു ബ്രൗണിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞ തീഗുണ്ട് സാധനോട്ടാ. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ ഹെവൻലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു സാധനം ഒഴിക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മളുടെ ശുദ്ധമായ തേൻ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതും കൂടി വന്നാലേ നമ്മളുടെ മുതൽ സെറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മളുടെ ഹണി എടുത്ത് നേരെ നമ്മുടെ ഹെവൻലി ചിക്കൻ്റെ മുകളിലേക്ക് നമ്മളിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആഹാ, തേനിൽ അങ്ങനെ കുളിക്കണം കേട്ടോ അത്. ഓ ആയി, അടിപൊളി കണ്ടാ. നല്ല തേനിൽ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മളുടെ ചിക്കനെ. അങ്ങനെ തേൻ ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് മക്കളെ. ഒന്ന് നോക്കണ്ട, എടുത്ത് കഴിച്ചോ. ആഹാ, നല്ല തേൻ വീട് നോക്കി എടുക്കട്ടാ. എൻ്റെ പൊന്നു തീക്കനൊരു സാധനമല്ലേ. ഒന്നും പറയാനില്ല, പൊളി. തേനിലൊക്കെ മുക്കി മോനെ. കടി കഴിഞ്ഞിട്ട് തേനിൽ മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മോനെ സൂപ്പർ സൂപ്പർ. തേനിൽ മുക്കി കഴിക്ക്, ഒരു രക്ഷയില്ല. എൻ്റെ രണ്ടാമത്തെയാണേ തേനി മുക്കിയിട്ടെടുക്ക്. തേൻ മുക്കി വരുമ്പോഴാണ് മോനെ നമ്മുടെ ഗുണ്ട് സാധനം തീ ഗുണ്ട് സാധനമായിട്ട് മാറണേ.